ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക കേട്ടോ. അതിന് മുൻപ് പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കല്ലേ. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗോൾഡൻ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വൈറ്റ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എൻ്റെ കയ്യിലിപ്പോൾ വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗോൾഡൻ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ 1/2 കിലോൻ്റെ മുകളിലാണ് കേട്ടോ റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് എടുക്കണം അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നല്ലോണം 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാവണ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചിക്കനിലേക്കൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഗരം മസാലയും കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഓയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതാണ് നേരം കൊണ്ട് തന്നെ ഇവിടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് എത്ര അളവെന്നൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം വെള്ളം തന്നെ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ അരി ഒന്ന് ഊറ്റി മാറ്റാനാണ്. അപ്പോൾ അധികം വെള്ളം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ഒരു പകുതി നാരങ്ങൻ്റെ നീരും കൂടി ഞാൻ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ നീരും ഓയിലൊക്കെ ഒഴിക്കണത് അരി ഒന്നും ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ സോക്ക് ചെയ്ത അരി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ അരിയും അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് നോക്കുക. ഇപ്പോൾ അരിയൊക്കെ നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 80% ഒക്കെ വേവ് ആയാൽ മതി. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് ഉടച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെന്താൽ മതി കേട്ടോ. പുറമേ വേകണ്ട, ഉള്ളിൽ വെന്താൽ മതി. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അരിയൊക്കെ ഇതിന്ന് ഊറ്റി മാറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഓട്ടപാത്രത്തിലേക്ക് ഈ അരി ഒന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ റൈസും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 10-15 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വെക്കാം കേട്ടോ. ഇല്ലെങ്കിൽ പുറത്ത് തന്നെ ഒന്ന് ചൂടാറാൻ വെച്ചാലും മതി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അരി വെന്ത് വന്നാൽ പിന്നെ ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ഞാൻ ചിക്കൻ പൊരിച്ചില്ലേ അതേ ഓയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഓയിൽ ചേർക്കുമ്പോൾ നമുക്ക് ആ റൈസിനും കൂടിയും ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾ സാധാ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഞാനൊരു പകുതി ബട്ടറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണം ടേസ്റ്റുമാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ സവാളയും ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം, ക്യാരറ്റും ബീൻസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലെങ്കിൽ ഈ ഉള്ളിയും വെജിറ്റബിൾസൊക്കെ ചേർക്കുന്ന മുൻപ് ആദ്യം തന്നെ എണ്ണയിൽ ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു വെജിറ്റബിളൊന്നും ഒരുപാട് വാടേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ടീസ്പൂണ് ഗ്രീൻ ചില്ലി സോസും 1 ടീസ്പൂണ് സോയ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഇല്ലെങ്കിൽ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി അത് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതൊക്കെ നല്ലൊരു ഫ്ലേവറും അതേപോലെ ചെറിയ മധുരമൊക്കെ തോന്നാറുണ്ടല്ലേ. അപ്പോൾ അവർ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ അല്ല 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് സുറുക്കയാണ് കേട്ടോ, വിനാഗിരിയില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് വാങ്ങുമ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിലും അതിൽ മുട്ടയും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താണ്. അതും കൂടി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചിക്കി എടുക്കാം. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി.
അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഒരു മുട്ട ചേർത്തത്. ഇനി നിങ്ങൾ ചിക്കൻ ഇല്ലാതെ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു മുട്ട ഒരു 3-4 ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ചിക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച റൈസില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാണ്ടാവും ഒന്നും മുട്ടി പിടിച്ചിട്ടില്ല, എല്ലാം വേറിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും മിക്സ് ആക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക. നമ്മൾ കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ, അപ്പോൾ റൈസ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യണ പോലെ തന്നെ നമ്മൾ താഴോട്ടുനിന്ന് മേലോട്ട് ഇങ്ങനെ റൈസ് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച ഓയിൽ ചേർത്തുകൊണ്ട് കേട്ടോ ഇതിൻ്റെ കളറൊന്ന് മാറ്റം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അധികം ഒഴിച്ചതുകൊണ്ടാണ് കളറൊന്ന് ചേഞ്ചായി വന്നിരിക്കുന്നത്. ഇവിടെ സോസ് ഒഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ഞാൻ അധികം സോസ് ഒഴിച്ചത്. ഇനി നിങ്ങൾക്ക് നല്ല വൈറ്റ് കളറുള്ള ഫ്രൈഡ് റൈസാണ് വേണമെന്നുണ്ടെങ്കിൽ സോസ് 1.5 ടേബിൾ സ്പൂൺ ചേർക്കേണ്ട കേട്ടോ, 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇതിപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത ചിക്കനില്ലേ അത് ഞാൻ കൈ കൊണ്ടൊന്ന് വെറുതെ പിച്ചെടുത്താണ്, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് ചിക്കൻ ചേർത്താൽ മതി. ഇനി നിങ്ങൾക്ക് എഗ് ഫ്രൈഡ് റൈസ് വേണമെന്നുണ്ടെങ്കിൽ അതോടെ നമുക്ക് നിർത്താം കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് ചേർത്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് നല്ലോണം തട്ടി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.